ഭാരത സർക്കാരിന്റെ സഹകരണ മന്ത്രാലയം താഴെത്തട്ടിൽ രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനം ഉറപ്പാക്കുന്നതിനും ത്വരിതപ്പെടുത്തുന്നതിനുമായി പ്രവർത്തിക്കുകയാണ്. സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ദർശനവും ലക്ഷ്യവും ഒരു മികച്ച നയവും നിയമപരവും സ്ഥാപനപരവുമായ ഘടനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സഹകരണാധിഷ്ഠിത സാമ്പത്തിക മാതൃകയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. അത് ഈ സഹകരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പൂർണ്ണശേഷി തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്നു. जब विकसित भारत के लिए बड़े लक्ष्यों की बात आई तो हमने सहकारिता को एक बड़ी ताकत देने का फैसला किया. हमने पहली बार सहकारिता के लिए अलग मंत्रालय बनाया, अलग बजट का प्रावधान किया. आज कोऑपरेटिव्स को वैसी ही सुविधाएं, वैसा ही प्लेटफॉर्म उपलब्ध कराया जा रहा है जैसा कॉरपोरेट सेक्टर को मिलता है. ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ കാര്യക്ഷമമായ നേതൃത്വത്തിൽ സഹകരണ മന്ത്രാലയം ഈ ജോലി സമയപരിധി പ്രകാരം പൂർത്തിയാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു. हमारे प्रधानमंत्री की जो कल्पना है सहकार से समृद्धि की, हम देश की समृद्धि को तो बढ़ाएंगे ही बढ़ाएंगे. देश के जीडीपी में हमारे कंट्रीब्यूशन को भी बढ़ाएंगे, परंतु इसके साथ साथ जो नीचे का तबका है, जो गरीबी की रेखा के नीचे जीता था, उसके पास पूंजी नहीं है. इसकी छोटी छोटी पूंजी को एकत्रित कर कोऑपरेटिव से एक बड़ी पूंजी बनाकर उसको भी उद्यम के साथ जोड़ने का काम हम करेंगे. സഹകരണത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന അത്തരമൊരു സംഘടനയാണ് ULCCS. അതായത് കേരളത്തിലെ വടകര, കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ULCCS ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഏഷ്യയിലെ ഏറ്റവും വലിയതുമായ തൊഴിലാളി സഹകരണ സംഘമാണ്. ഇതിനെ UNDP അതായത് ഐക്യരാഷ്ട്ര വികസന പരിപാടി ഒരു മാതൃകാ സഹകരണ സ്ഥാപനമായി അംഗീകരിച്ചിട്ടുണ്ട്. ULCCS ആരംഭിച്ചത് 1924 ഗുരു വാഗ്ഭടാനന്ദനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 14 യുവാക്കൾ വെറും 37 പൈസ മൂലധനത്തോടെയാണ്. 2022-23 ULCCSന്റെ വിറ്റുവരവ് 2334 കോടി രൂപയായിരുന്നു. ഇതിൽ 382 കോടി രൂപയുടെ മൊത്ത ലാഭവും 17,138 അംഗജീവനക്കാർക്ക് 10% ലാഭവിഹിതവും ഉൾപ്പെടുന്നു. ULCCSന് 4,978 കോടി രൂപയുടെ ആസ്തിയുമുണ്ട്. സഹകരണ മന്ത്രാലയം ഇന്ത്യയിലുടനീളം ULCCSന്റെ വിജയം ആവർത്തിക്കാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ULCCSലെ നൂറുകണക്കിന് കഴിവുള്ള ആളുകളിൽ ഒരാളാണ് ആനന്ദൻ VK. ദാരിദ്ര്യം കാരണം 15-ാം വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി ഒരു ക്വാറിയിൽ കല്ലുകൾ പൊട്ടിക്കുക എന്നതായിരുന്നു. ആനന്ദൻ ജോലിയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ചു. തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി. ക്രമേണ പദവികളിലേക്ക് ഉയർന്നു. ഇന്ന് അദ്ദേഹം ULCCSന്റെ ഡയറക്ടർ ബോർഡിന്റെ വൈസ് ചെയർമാനാണ്. അല്ല, എന്ത് തന്നെയായാലും നമ്മള് ഇപ്പം എന്താ പറയാ, എല്ലാം തൊഴിലാളി തന്നെ. അതിപ്പം കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരാളും അത് തൊഴിലാളിയാണ്. പക്ഷെ അതിന്റെ നിർവചനം വേറെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മളിപ്പോൾ എഞ്ചിനീയറും അത് തൊഴിലെടുക്കുന്ന ആളാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. തൊഴിൽ ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ തൊഴിലെടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കാണുന്നില്ല. അതിപ്പോൾ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മളിവിടെയുള്ള MD, അതുപോലത്തെ ചെയർമാൻ, അതുപോലെ വൈസ് ചെയർമാൻ, ഡയറക്ടേഴ്സ്, അതെല്ലാം നമ്മളൊരു സ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം എടുക്കുന്നത് തൊഴിൽ തന്നെയാണ്. ആ തൊഴിൽ തന്നെ നമ്മത്തെ ആ മഹത്വം. ULCCS സൈബർ പാർക്ക് സ്വന്തമായുള്ള ലോകത്തിലെ ഏക ലേബർ കോഓപ്പറേറ്റീവ് ആണ്. അത് അധ്വാനത്തെ ശാരീരിക അധ്വാനം എന്ന് മാത്രമല്ല, മാറുന്ന കാലത്തിനനുസരിച്ച് വൈജ്ഞാനിക കഴിവുകൾ എന്നും നിർവചിച്ചിരിക്കുന്നു. ULCCS സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിൽ മാറ്റത്തിന്റെ ഒരു മാർഗം കൂടിയാണ്. ഇവ ആളുകൾക്ക് ലക്ഷ്യബോധമുള്ള തൊഴിൽ നൽകുക മാത്രമല്ല, വികലാംഗരെയും പ്രായമായവരെയും പരിപാലിക്കുകയും ചെയ്യുന്നു. ULCCS കോഴിക്കോടും തിരുവനന്തപുരത്തും കരകൗശല ഗ്രാമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സർഗാലയ എന്നറിയപ്പെടുന്ന ഈ ഗ്രാമം തൊഴിലും ബിസിനസ് അവസരങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് നൂറുകണക്കിന് കലാകാരന്മാരെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുന്നു.
ULCCS സ്ഥാപിതമായതിന്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഒരു മാർഗനിർദ്ദേശ ശക്തിയായി തുടരുന്നു. അവ ഏകീകൃതവും ശക്തവും പുരോഗമനപരവുമാണ്. വരും വർഷങ്ങളിൽ ULCCS ഇന്ത്യയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കും.